ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ.
അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയും പരാജയം. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ സമരം 25 മുതൽ. SNDP നേതൃത്വത്തിനെതിരെ വീണ്ടും CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. നക്കാപ്പിച്ച കാശിനുവേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ ചില സാമുദായിക നേതാക്കൾ വിൽക്കുകയാണെന്നും പിണറായി ആരോപിച്ചു. വന്യജീവി ശല്യത്തിനെതിരെ ഒറ്റക്കെട്ടായി കുളത്തൂപ്പുഴ നിവാസികൾ. കുളത്തൂപ്പുഴയിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച നടന്ന ചർച്ചയും പരാജയപ്പെട്ടു. അതേസമയം എസ്റ്റേറ്റിൽ നടക്കുന്ന ഗുരുതര തൊഴിൽ നിയമ ലംഘനത്തിനെതിരെ കർശന നടപടിയെടുക്കാനും ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചു. അമ്പനാട് TR&T എസ്റ്റേറ്റിൽ നടന്നുവരുന്ന തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ചർച്ചയ്ക്ക് ട്രേഡ് യൂണിയൻ നേതാക്കൾ എത്തിയെങ്കിലും എസ്റ്റേറ്റ് ഉടമ എത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞത്. അമ്പനാട് TR&T എസ്റ്റേറ്റിൽ നടന്നുവരുന്ന ഗുരുതരമായ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനും ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചു. എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ശമ്പളവും ബോണസും വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 26 നടക്കുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും. ലേബർ കമ്മീഷണർ K. ബിജു IASന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ട്രേഡ് യൂണിയൻ നേതാക്കളായ S. ജയമോഹൻ, M. A. രാജഗോപാൽ, P. S. ചെറിയാൻ, P. ലാലാജി ബാബു, പ്രദീപ്, മാമ്പഴത്തർ സലീം, തോമസ് മൈക്കിൾ, H. അബ്ദുൽ ഖാദർ, H. രാജീവൻ, K. G. ജോയ് എന്നിവർ പങ്കെടുത്തു. ശമ്പളവും ബോണസും വർദ്ധിപ്പിക്കുക, മെഡിക്കൽ ബില്ലുകൾ അനുവദിക്കുക, ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ആംബുലൻസ് സൌകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 16 മുതലാണ് അമ്പനാട് TR&T എസ്റ്റേറ്റിൽ തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. മുൻപ് പുനലൂർ TBയിൽ നടന്ന ചർച്ചയിലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആരും പങ്കെടുത്തിരുന്നില്ല. തുടർന്നാണ് ചൊവ്വാഴ്ച ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ ബോണസ് വർധനയുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടു. 25 മുതൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ സമരം ആരംഭിക്കും. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ ബോണസ് വർധനയുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. 20% ബോണസ് എന്ന തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാഞ്ഞതിനെ തുടർന്നാണ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ തോട്ടങ്ങളിലും 25 മുതൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സമരം ആരംഭിക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ തെന്മല വാലി എസ്റ്റേറ്റിലും 25 മുതൽ തൊഴിലാളികൾ സമരം ആരംഭിക്കും. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ലേബർ കമ്മീഷണർ K. ബിജു IASന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ സംസ്ഥാന തൊഴിലാളി നേതാക്കൾക്ക് പുറമെ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കളായ S. ജയമോഹൻ, M. A. രാജഗോപാൽ, P. ലാലാജി ബാബു, പ്രദീപ്, മാമ്പഴത്തർ സലീം, തോമസ് മൈക്കിൾ, H. അബ്ദുൽ ഖാദർ, H. രാജീവൻ, ജോയ് എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സെന്റ് സ്റ്റീഫൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് പ്രശംസനീയമാണെന്ന് മന്ത്രി അടൂർ പ്രകാശ്. സെന്റ് സ്റ്റീഫൻസ് സ്കൂളിന്റെ നവതി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന രംഗത്ത് ഏറെ പിന്നിലായിരുന്ന പത്തനാപുരം പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് നയിച്ചത് സെന്റ് സ്റ്റീഫൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. സെന്റ് സ്റ്റീഫൻസ് സ്കൂളിൽ നിന്നും ലഭിച്ച ശിക്ഷണമാണ് തന്നിലെ പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയതെന്നും വളർച്ചയുടെ ഊർജം പകർന്ന മാതൃവിദ്യാലയത്തെ അനുസ്മരിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മന്ത്രി അടൂർ പ്രകാശ് ഓർമ്മിപ്പിച്ചു. ഒരിക്കലും ജീവിതത്തിൽ നടക്കുവാൻ കഴിയുന്നതല്ല എന്ന് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. ഞാൻ ഈ മൂല്യത്തെ ഞാൻ പഠിച്ചിരുന്നതായതുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. കാര്യം 7ാം ക്ലാസ് വരെ ഞാൻ അടുത്ത് നമ്മുടെ കോളേജിലെ സ്കൂളാണ്. അതിനുശേഷം ഇങ്ങനെ ഓരോ ഉണ്ടായിരുന്നു. ഏതായാലും 23 വർഷക്കാലം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അഭിമാനകരമായ വിദ്യാഭ്യാസ സ്ഥാപനമായി സെന്റ് സ്റ്റീഫൻസ് വിദ്യാലയങ്ങളെ മാറ്റിയെടുത്തതിൽ ആത്മീയ പ്രവർത്തകരായ പുരോഹിത ശ്രേഷ്ഠന്മാർ വഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ജോസഫ് റംബാൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് G. തുളസീധരൻ നായർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ TM ഈപ്പച്ചൻ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പോൾ മണലിൽ, ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
കുളത്തൂപ്പുഴയിൽ വാനരശല്യം രൂക്ഷമാകുന്നു. വാനരശല്യത്തെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ പോലും അടച്ചിടേണ്ട അവസ്ഥയാണുള്ളത്. കാട്ടാനയ്ക്ക് പുറമെ കുരങ്ങുകളുടെ ശല്യവും കുളത്തൂപ്പുഴ ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ്. മുൻകാലങ്ങളിൽ വനാതിർത്തിയിൽ മാത്രം എത്തിയിരുന്ന കുരങ്ങുകൾ ഇന്ന് കുളത്തൂപ്പുഴ ടൗണിലടക്കം വൻ നാശനഷ്ടമാണ് വിതയ്ക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലെയും ഹോട്ടലുകളിലെയും വാട്ടർ ടാങ്കുകൾ മലിനപ്പെടുത്തുകയും സ്ഥാപനങ്ങൾക്കുള്ളിൽ കടന്ന സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്നു. കുരങ്ങുകളുടെ ശല്യം ഭയന്ന് വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടച്ചിടേണ്ട അവസ്ഥയിലാണിപ്പോൾ. മൂടിയുള്ള വാട്ടർ ടാങ്കുകൾ പോലും തകർത്ത് കുടിവെള്ളം മലിനമാക്കുന്നതോടെ ടാങ്കുകൾക്ക് മുന്നിൽ മുഴുവൻ സമയവും കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഹോട്ടൽ ഉടമകൾക്ക്. വീടുകൾക്ക് നേരെയും കുരങ്ങുകളുടെ ശല്യം ചെറുതല്ല. കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴയിലെ വടക്കേ ചെറുകരയിൽ 5 വീടുകളുടെ മേൽക്കൂരകളാണ് കുരങ്ങുകൾ തകർത്തത്. വിരട്ടി ഓടിക്കാൻ ചെന്ന സ്ത്രീകൾക്കു നേരെ ഓടുകളും കമ്പുകളും എടുത്തെറിഞ്ഞു കുരങ്ങുകൾ നാട്ടുകാരെ ഭയപ്പെടുത്തി. വീടിനുള്ളിൽ പാകം ചെയ്ത് സൂക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നുണ്ട്. വീടിനുള്ളിൽ കടന്ന് വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. ദിനംപ്രതി കുരങ്ങുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലമാണ് ഭക്ഷണം തേടി കുരങ്ങുകൾ ഇപ്പോൾ ടൗണിലും എത്തിയിരിക്കുന്നത്. കാട്ടാനകൾക്കൊപ്പം കുരങ്ങുകളുടെ ശല്യം കൂടി വർദ്ധിച്ചതോടെ കുളത്തൂപ്പുഴ ജനതയുടെ ജീവിതം തന്നെ വഴിമുട്ടിയ നിലയിലാണ്. വനപാലകരുടെ ഭാഗത്തുനിന്നും വന്യമൃഗങ്ങളുടെ ശല്യത്തിനെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കാത്തത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനം വിവിധ SNDP ശാഖകൾ സമുചിതമായി ആഘോഷിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചന, സമൂഹ പ്രാർത്ഥന, അന്നദാനം എന്നിവയും സംഘടിപ്പിച്ചു. പിറവന്തൂർ 3623 നമ്പർ ശാഖയിൽ നടന്ന സമാധി ദിന സമ്മേളനം ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. 1888 എത്ര വർഷം കഴിഞ്ഞിരിക്കുന്ന ആ കാലഘട്ടത്തിൽ വളരെ അധികം അയിത്ത ആചാരം നിലനിന്നിരുന്ന അശുദ്ധ വസ്തുവായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ എല്ലാ വിധികളെയും മാറ്റി മറിച്ചുകൊണ്ട് ഗുരുദേവൻ അത് ചെയ്തപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അതാണ് പ്രത്യേകത. ഇവിടെ ഒരു കോലാഹലം ഉണ്ടായില്ല, ഒരു വഴക്കുണ്ടായില്ല, വാക്കേറ്റമുണ്ടായില്ല, ഒരാൾ പോലും രക്തസാക്ഷിയായില്ല. അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ അനാചാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തെ പ്രതിഷ്ഠിച്ചു. അതേ ഗുരുദേവൻ ഒരു കല്ലിനെ മറ്റൊരു കല്ലിന് പുറത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ പ്രതിഷ്ഠിക്കുകയും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത് എന്ന് എഴുതി വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത ഗുരുദേവനെയാണ് നമ്മൾ കാണുന്നത്. ശാഖാ പ്രസിഡന്റ് വി അജി അധ്യക്ഷത വഹിച്ചു. SNDP യൂണിയൻ കൌൺസിലർ VV ഉല്ലാസ് രാജ് സമാധി സന്ദേശം നൽകി. ശാഖാ സെക്രട്ടറി S ജഗദീഷ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ്, ശാഖാ കമ്മിറ്റി അംഗം ചേത്തടി ശശി, വൈക്കം ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP ആവണീശ്വരം 472 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന മഹാസമാധി ദിനാചരണം പത്തനാപുരം SNDP യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ആദംകോട് ഷാജി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ മഹത്വചനങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തിനോട് അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനോട് ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടി അദ്ദേഹം അരുൾ ചെയ്തതായ വചനങ്ങൾ അത് വളരെ നല്ലതാണ്, ആർക്കും തർക്കമില്ല. പക്ഷെ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങൾ ഇവിടെ ഈഴവർക്ക് മാത്രം എന്ന് വിധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും ക്യാഷ് അവാർഡ് വിതരണവും SNDP യൂണിയൻ സെക്രട്ടറി ബിജു നിർവഹിച്ചു. സാമൂഹ്യ പെൻഷൻ, ചികിത്സാ ധനസഹായ വിതരണം യൂണിയൻ കൌൺസിലർ VV ഉല്ലാസ് രാജ് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് P വാസു അധ്യക്ഷത വഹിച്ചു. ആവണീശ്വരം ജയചന്ദ്രൻ, കരീപ്ര N രാജേന്ദ്രൻ, N സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവന്തൂർ SNUP സ്കൂളിൽ നടന്ന മഹാസമാധി ദിന സമ്മേളനം ഗുരുധർമ്മ സഭ ജില്ലാ പ്രസിഡന്റ് പിറവന്തൂർ രാജൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം.
Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും, റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നക്കാപ്പിച്ച കാശിനു വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ ചില സാമുദായിക നേതാക്കൾ വിൽക്കുകയാണെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കലഞ്ഞൂരിൽ നടന്ന CPM രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യനിൽ നാം കേന്ദ്രീകരിച്ചിട്ടാൽ അത് ശ്രീനാരായണ ഗുരുവിലാണ് എത്തിച്ചേരുക. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഋഷിവരന്മാരുണ്ടായിരുന്നു. ആ ഋഷിവരന്മാരെല്ലാം ഈ ലോകത്തിന്റെ വിദ്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരെ. ഇതൊന്നുമല്ല എന്ന് പറഞ്ഞവരെ. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇതിനെ കുറിച്ച് ഇരിക്കണോ? പിന്നെ മറ്റേ ലോകത്തെ ചിന്തിച്ചാൽ മതി. അതായത് അവരെല്ലാം ചിന്തിച്ചു. എന്നാൽ ശ്രീനാരായണ ഗുരു ഈ ലോകത്തെ കുറിച്ച് ചിന്തിച്ചു. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചു. ഇവിടെ മനുഷ്യർ സഹിക്കേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള ഒട്ടേറെ അനാചാരങ്ങൾ, ജീർണതകൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യർ എന്ന മലയാളിയുടെ നാട്ടിന് മുമ്പിൽ തത്തിക്കഴിക്കുന്ന ആ സന്ദേശം ശ്രീനാരായണ ഗുരുവിൽ നിന്ന് വരുന്നു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്.
മനുഷ്യരാണ് ആ മനുഷ്യത്വം ജാതി. പ്രസിദ്ധമായ ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യം. RSS അവിടെ നോക്കോ, ഈ ജാതിപൂർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് RSSന് സംവരണം അംഗീകരിക്കാൻ പറ്റാത്തത്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സംവരണ വ്യവസ്ഥയില്ലേ, പിന്നോക്ക വിഭാഗത്തിനും പട്ടികജാതി പട്ടികവർഗത്തിനും എല്ലാം ഉള്ള സംവരണ വ്യവസ്ഥ, മുന്നോക്കത്തിലെ പാവപ്പെട്ടവർക്ക് സംവരണം നടപ്പാക്കണമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കലഞ്ഞൂരിൽ നടന്ന CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ തുടർച്ച സ്വപ്നം കണ്ട് ഉമ്മൻചാണ്ടി RSSുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുകയാണെന്നും ഇത് മതനിരപേക്ഷതയുടെ അന്ത്യം കുറിക്കുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലും ദേശീയ തലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജാതി വിവേചനം തീരാശാപമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ PV വിജയൻ അധ്യക്ഷത വഹിച്ചു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് K അനന്തഗോപൻ, R ഉണ്ണികൃഷ്ണപിള്ള, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം DT ബൈജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K മോഹൻകുമാർ, KK ശ്രീധരൻ, R തുളസീധരൻ പിള്ള, കൊടുമൺ ഏരിയ സെക്രട്ടറി AN സലീം, അച്യുതൻ നായർ, സൗദ രാജൻ, രമണി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ത്രിവേണി സ്റ്റോറിലെ ജീവനക്കാർ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കൺസ്യൂമർ ഫെഡ് എറണാകുളം ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച ജീവനക്കാരെ പോലീസ് മർദ്ദിച്ചതിനെതിരെയായിരുന്നു സമരം. പുനലൂരിൽ നടന്ന ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം S സജി ഉദ്ഘാടനം ചെയ്തു. CITU യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. നഗരത്തിൽ പ്രകടനം നടത്തിയ യൂണിയൻ പ്രവർത്തകർ തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ പോലീസ് സംസ്ഥാന കമ്മിറ്റി അംഗം S സജി ധർണ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ നിരവധി ആനുകൂല്യങ്ങൾ മാനേജ്മെന്റ് തടഞ്ഞു വെക്കുകയും അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയും ചെയ്ത ജീവനക്കാരെ ഒരു കാരണവുമില്ലാതെ അതിക്രൂരമായ രീതിയിൽ പോലീസ് അടിച്ച് ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. അതിനെതിരെ കേരളത്തിലെ മുഴുവൻ കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് CITU മധ്യദേശിയും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കൺസ്യൂമർ ഫെഡിനെ കൊള്ളയടിക്കുകയും അതില്ലാതാക്കുകയും ഗ്രൂപ്പുകളുടെ പേര് പറഞ്ഞ് സ്ഥാപനമാകെ സ്തംഭിപ്പിക്കുന്ന നിലപാടാണ് മാനേജ്മെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് CITU ഇത്തരമൊരു സമരം ഏറ്റെടുത്തിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ബിജുകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. വനിതാ സബ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം രശ്മി ശ്യാം സംസാരിച്ചു. വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഹെഡ് ഓഫീസ് പടിക്കൽ ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിനിടയിലാണ് ജീവനക്കാർക്ക് പോലീസ് മർദ്ദനമേറ്റത്. ഇതിനെ തുടർന്നാണ് സംസ്ഥാനത്താകമാനം ത്രിവേണി സ്റ്റോറുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ CITU യൂണിയൻ ആഹ്വാനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാണികൾക്കാവേശമായി വടംവലി മത്സരം. ചിതറ കല്ലുവെട്ടാംകുഴി അഭയ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചത്. വടംവലി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. സാരഥി പങ്കളമൊക്കും മുതൽ വാർഡ് ടീമിന് മുമ്പിലുള്ള അത്യന്തം വാശിയേറിയ ചിതറ കല്ലുവെട്ടാംകുഴി അഭയ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കുടുംബശ്രീ യൂണിറ്റുകൾ തമ്മിലുള്ള വടംവലി മത്സരം സംഘടിപ്പിച്ചത്. കരിപുരണ്ട അടുക്കളയുടെ ലോകത്തു നിന്നും ശക്തി തെളിയിക്കുന്ന വടംവലിയുടെ കളത്തിലേക്ക് ഒട്ടും മടികൂടാതെയാണ് മലയാളി മംഗമാർ കടന്നുവന്നത്. 5 ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ പന്തളമുക്ക് സാരഥി ചിതറ പഞ്ചായത്ത് ടീമിനെ പരാജയപ്പെടുത്തി മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വന്യജീവി ശല്യത്തിനെതിരെ രാഷ്ട്രീയം മറന്ന് കുളത്തൂപ്പുഴ നിവാസികൾ. ജനകീയ സമരം അഡ്വക്കേറ്റ് K രാജു MLA ഉദ്ഘാടനം ചെയ്തു.
വന്യജീവി ശല്യത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ പ്രതിരോധ സമരത്തിൽ അണിചേർന്നത് ആയിരങ്ങളാണ്. ESM കോളനിയിൽ നിന്നും ആരംഭിച്ച ജനകീയ റാലി റേഞ്ച് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. എന്നാൽ പോലീസ് വലയം ഭേദിച്ച സമരക്കാർ ഗേറ്റ് തള്ളി തുറന്ന് റേഞ്ച് ഓഫീസിനുള്ളിൽ പ്രവേശിച്ചു. പോലീസും സമരക്കാരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. എന്നാൽ മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളും ഇടപെട്ട് സമരക്കാരെ പിന്തിരിപ്പിച്ചതോടെ രംഗം ശാന്തമായി. തുടർന്നു നടന്ന ഉപരോധ സമരത്തിന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുബിലാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. രാജു MLA സമരം ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിൽ സബ്മിഷനും അടിയന്തര പ്രമേയവും അടക്കം ഉന്നയിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പോ തയ്യാറാകാത്തതാണ് ജനങ്ങളെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലെത്തിച്ചതെന്ന് അഡ്വക്കേറ്റ് K. രാജു MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഈ കുളത്തൂപ്പുഴ, തെന്മല തുടങ്ങിയിട്ടുള്ള മേഖല, ആര്യങ്കാവ് തുടങ്ങിയിട്ടുള്ള ഈ മേഖലകൾ ഉൾപ്പെടുന്ന കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യമായാലും കാട്ടുകുരങ്ങിന്റെ ശല്യമായാലും മയിലിന്റെ ശല്യമായാലും മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമായാലും എല്ലാം അതിനെ സംബന്ധിച്ച് നല്ലതുപോലെ അറിയാവുന്നവരാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. നിയമസഭയിൽ ഒരു പ്രാവശ്യം സന്ദർശനം ജയിക്കുകയും ഒരു പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അടിയന്തര പ്രമേയം തന്നെ അവതരിപ്പിക്കാനും ഉള്ള അവസരവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മറുപടി പറയുന്നവർ സ്വാഭാവികമായിട്ടും ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. വന സംരക്ഷണം ഇതിന്റെ ഭാഗമായി തന്നെ നടക്കണം. അതിനോടൊപ്പം വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് നേരിടുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുന്നതിന്, നഷ്ടപരിഹാരം നൽകുന്നതിനും, അതുപോലെ തന്നെ കൃഷിക്ക് നഷ്ടമുണ്ടായാൽ ആ കൃഷിക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുന്നതിനും ഒക്കെ നടപടി സ്വീകരിക്കും എന്ന് പറയാറുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ആ ഉത്തരവാദിത്വം പ്രധാനമായും ഗവൺമെന്റിനുള്ളത്. നമുക്കറിയാം, നമ്മുടെ വനമേഖല ഏറ്റവും വലിയ സമ്പത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം അറിയാവുന്നവരാണ് കുളത്തൂപ്പുഴയിലെയും അതുപോലെ തന്നെ വനമേഖലയിലും ഒട്ടാകെ താമസിക്കുന്ന ജനങ്ങൾ. ജനകീയ സമിതി കൺവീനർ റെജി ഉമ്മൻ സ്വാഗതം പറഞ്ഞു. സമരത്തിൽ ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് C. സഞ്ജയ് ഖാൻ, K. സാബു എബ്രഹാം, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ B. രാജീവ്, MA ലത്തീഫ്, P. അനിൽകുമാർ, S. ഗോപകുമാർ, K. ജോണി, N. വാസുദേവൻ, KB മുരളി, റോയി ഉമ്മൻ, ഷൈജു ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗുഡ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ. കോൺടാക്ട് 9846504688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL ട്രേഡേഴ്സ് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ.
കമ്പനി പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി, നാടൻ പ്ലാവുകൾ തുടങ്ങിയ എല്ലാ തടികളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഒരേ ഒരു സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി തുടങ്ങിയ ഉറപ്പുള്ള നല്ല ഇനം തടികളിൽ നമ്മുടെ വീടിന് ആഡംബരത്തിന്റെ പറുദീസയാക്കുവാൻ രേവതി ഫർണിച്ചർ എന്നും നിങ്ങളോടൊപ്പം. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. കോൺടാക്ട് 9447453601 8136853601. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475220357 9745201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSS എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. മൂന്നാർ സമരത്തിന്റെ ചുവട് പിടിച്ച് കുളത്തൂപ്പുഴ RPLലും സമരത്തിന് സാധ്യത. അടിസ്ഥാന സൗകര്യങ്ങളുള്ള ലയങ്ങളോ കുടിവെള്ളമോ തൊഴിലാളികൾക്ക് ലഭ്യമല്ല. മൂന്നാറിലെ തൊഴിലാളി സമരത്തിന്റെ ചുവടുപിടിച്ച് സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ RPLലും സമരത്തിനുള്ള സാധ്യത തെളിയുന്നു. മൂന്നാറിലെ തൊഴിലാളികളുടെ അത്രയും ദുരിതത്തിൽ അല്ല RPL തൊഴിലാളികളുടെ ജീവിതമെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും അന്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുള്ള ലയങ്ങളോ ശുദ്ധജലമോ ഇന്നും ലഭ്യമല്ല. ഒരു റൂമും ചെറിയ അടുക്കളയുമുള്ള ലയങ്ങളിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അടക്കം 7ഉം 8ഉം അംഗങ്ങളാണുള്ളത്. 10ൽ കൂടുതൽ അംഗങ്ങളുള്ള ചില കുടുംബങ്ങളുമുണ്ട്. സ്വകാര്യ തോട്ടങ്ങളിൽ 500 രൂപ മിനിമം വേതനവും 20% ബോണസും നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള RPL തൊഴിലാളികൾക്ക് കഴിഞ്ഞ മാസം 9-ാം തീയതി നടത്താനിരുന്ന ശമ്പള പരിഷ്കരണം ഇനിയും
നടപ്പായിട്ടില്ല. നിലവിലുള്ള ശമ്പള പരിഷ്കരണ തീയതി 2014 അവസാനിച്ച് 1 വർഷം പിന്നിടുമ്പോഴും ശമ്പള പരിഷ്കരണവും വേതന വർധനയും ഇനിയും നടപ്പായിട്ടില്ല. നിലവിൽ 320 രൂപയാണ് RPL തൊഴിലാളികളുടെ മിനിമം വേതനം. ഇത്തരത്തിൽ ദുരിത ജീവിതം നയിക്കുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ജാതി സർട്ടിഫിക്കറ്റാണ്. RPLൽ ഭൂരിഭാഗവും പിന്നോക്ക വിഭാഗക്കാരാണ് താമസിക്കുന്നത്. ഇത് തെളിയിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനിയും നടപടി ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഇത് സംബന്ധിച്ച സബ്മിഷൻ ഉന്നയിച്ചെങ്കിലും നടപടിയായിട്ടില്ല. വർഷാവർഷം കോടിക്കണക്കിന് രൂപയുടെ ലാഭവിധം സർക്കാർ നൽകുന്ന RPL അതിന്റെ ഒരു വിഹിതമെങ്കിലും ലാഭത്തിനായി അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കായി ചിലവഴിച്ചാൽ ഇവരുടെ ദുരിത ജീവിതത്തിന് അറുതി വരും. RPL അധികൃതർ ഇതിനും തയ്യാറാകുന്നില്ല. തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളി സംഘടനകൾ പോലും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു നേരെ കണ്ണടച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പത്തനാപുരം ചേലക്കോട് റെസിഡന്റ് അസോസിയേഷന്റെ 2ാമത് വാർഷിക ആഘോഷവും 28ാം ഓണാഘോഷവും സംഘടിപ്പിച്ചു. വടംവലി മത്സരം ശ്രദ്ധേയമായി. വളരെ വാശിയേറിയ മത്സരം ചേലക്കോട് റെസിഡന്റ് അസോസിയേഷന്റെ ബൈക്കിൽ നടത്തിയ പ്രച്ഛന്നവേഷ മത്സരവും വടംവലിയും ഏറെ ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികൾക്ക് ശേഷം കലാസന്ധ്യ, സാംസ്കാരിക സമ്മേളനം എന്നിവയും നടന്നു. പരിപാടികൾക്ക് അസോസിയേഷൻ പ്രവർത്തകരായ ഷാജഹാൻ ചേലക്കോട്, R രാജൻ, സിന്ധു, ലീന റഹീം, അജയലാൽ, D ദിബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി ചരമറിയിപ്പ്. വ്യവസായിയും തെന്മല മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ മകനുമായ ഒറ്റക്കൽ ശ്രീനിവാസൻ G ശ്രീകുമാർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 56 വയസ്സായിരുന്നു. ഭാര്യ ഗീത ഒറ്റക്കൽ ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ്. ഗോപികൃഷ്ണൻ, കൃഷ്ണനുണ്ണി എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയും പരാജയം. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ സമരം 25 മുതൽ. SNDP നേതൃത്വത്തിനെതിരെ വീണ്ടും CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. നക്കാപ്പിച്ച കാശിനുവേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ ചില സാമുദായിക നേതാക്കൾ വിൽക്കുകയാണെന്നും പിണറായി ആരോപിച്ചു. വന്യജീവി ശല്യത്തിനെതിരെ ഒറ്റക്കെട്ടായ കുളത്തൂപ്പുഴ നിവാസികൾ. കുളത്തൂപ്പുഴയിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.